നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെന്നിത്തല തൃപ്പരുന്തുറ കോട്ടൂർ കിഴക്കേതിൽ അധ്യാപകൻ രാമകൃഷ്ണൻ നായരുടെയും നന്ദിയാട്ട് ദേവകി അമ്മയുടെയും മകനായി 1956 ജൂൺ 9 ജനിച്ച KR രമേശ് എന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് മുൻകൂർ പിറന്നാൾ മധുരം. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്കിത് മന്ത്രി പദവിയിലെ 3ാം ഊഴമാണ്. 2ാം വട്ടമാണ് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തേക്ക് ചെന്നിത്തല എത്തുന്നത്. ആഭ്യന്തരവും വിജിലൻസുമാണ് രമേശ് ചെന്നിത്തലയുടെ വകുപ്പുകളെന്നാണ് വിവരം. മുഖ്യമന്ത്രി VD സതീശന് പിന്നാലെ എത്തിയ കുഞ്ഞാലിക്കുട്ടിക്കും ശേഷം 3ാമനായാണ് രമേശ് ചെന്നിത്തല സതീശൻ മന്ത്രിസഭയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ട്രൂ കോൺഗ്രസ്മാനായ ചെന്നിത്തല അവസരം വരുന്നതുവരെ ഉപാധികൾ വയ്ക്കാതെ എന്നും കാത്തുനിന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായതും ആ കാത്തിരിപ്പിന് ഒടുവിലാണ്. ഇത്തവണയും ആദ്യത്തെ പരിഗണനയ്ക്കും നിരാശയ്ക്കും ശേഷം അദ്ദേഹം ക്ഷമയോടെ കാത്തിരുന്നു. ഒടുവിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുമായി മന്ത്രിസ്ഥാനത്തേക്ക് 3ാം വട്ടം എത്തുന്നു. ആദ്യം മന്ത്രിയായതിന്റെ 40ാം വർഷത്തിലാണ് പാർട്ടിയിലെ സീനിയർ നേതാവിന് പുതിയ നിയോഗം. മുൻപ് 2 തവണയും മന്ത്രിയായത് ഹരിപ്പാട് MLA എന്ന നിലയിലാണ്. ഇപ്പോൾ അയൽ പ്രദേശമായ ചെന്നിത്തലയിൽ നിന്ന് ഹരിപ്പാട്ടേക്ക് സ്ഥിരതാമസം മാറ്റി അദ്ദേഹം പൂർണ്ണമായും ഹരിപ്പാട്ടുകാരനായിരിക്കുന്നു. ജനങ്ങൾക്ക് സ്വൈരജീവിതം ഉറപ്പുവരുത്തുക എന്നതാണ് എൻ്റെ മുൻഗണന. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാകും VD സതീശൻ നേതൃത്വം നൽകുന്ന സർക്കാർ. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം, ചെന്നിത്തല പറയുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊള്ളപ്പലിശക്കാർക്കും ലഹരി മാഫിയയ്ക്കും മൂക്കുകയറിട്ടത് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി എത്തുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് കേരളം. ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണവും കുറ്റമറ്റതാക്കാനും ഗുണ്ടാവിളയാട്ടത്തിനും സൈബർ തട്ടിപ്പുകൾക്കും ലഹരി ഇടപാടുകൾക്കും പോക്സോ കുറ്റകൃത്യങ്ങൾക്കും അറുതി വരുത്താനും ഉതകുന്ന സമഗ്ര നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 2014 മുതൽ 2016 വരെയാണ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രിയായിരുന്നത്. കുറ്റകൃത്യങ്ങൾ തടയാനും ക്രമസമാധാനം ഉറപ്പാക്കാനുമായി അദ്ദേഹം ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നുവെങ്കിലും കൊള്ളപ്പലിശ സംഘങ്ങൾക്കും അനധികൃത പണം ഇടപാടുകൾക്കും തടയിടാൻ ഉപകരിച്ച ഓപ്പറേഷൻ കുബേരയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം. ലഹരി വിപത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനായി നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ഇടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും മറ്റ് അനുചിതമായ സാമൂഹിക പെരുമാറ്റവും തടയാൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത്. ആഭ്യന്തര വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെ 12ാം ക്ലാസ് വരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികളാണ് ദീർഘകാല ക്യാമ്പയിനിൽ ആവിഷ്കരിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പോലീസ് വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കിയതും സ്ത്രീ സുരക്ഷാ നടപടികളുടെ ഭാഗമായി വനിതാ പോലീസുകാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചതും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങൾ തന്നെ. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ അവസാന 1 വർഷം ആഭ്യന്തരമന്ത്രിയായിരുന്നു ചെന്നിത്തല. ഒരു കാലത്തും കോൺഗ്രസ് വിട്ടൊരു കളിക്കും പോയിട്ടില്ലാത്ത രമേശ് ചെന്നിത്തല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് പിളർന്ന വലിയൊരു വിഭാഗം KSUക്കാരും ഗ്രൂപ്പായപ്പോൾ രമേശ് കരുണാകരനൊപ്പം വിഭാഗത്തിൽ ഉറച്ചു. എല്ലാ ജില്ലയിലും വിഭാഗം കെട്ടിപ്പടുക്കാൻ ഓടി നടന്ന ഊർജ്ജസ്വലനായ യുവാവിനെ കരുണാകരൻ തിരിച്ചറിഞ്ഞ് ഒപ്പം ചേർത്തു. രാഷ്ട്രീയ വളർച്ചയുടെ തുടക്കം അതായിരുന്നു. പിന്നീട് വിദ്യാർത്ഥി യൂണിയന്റെ ദേശീയ നേതൃത്വത്തിൽ വരെ എത്തി. KSU പ്രസിഡന്റായിരിക്കുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ രമേശ് നടത്തിയ ഹിന്ദി പ്രസംഗം രാജീവ് ഗാന്ധിയെ അത്ഭുതപ്പെടുത്തിയിരുന്നു. വൈകാതെ രാജീവിന്റെ വിളി വന്നു. രമേശ് NSU പ്രസിഡന്റായി. പിന്നാലെ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും. ഡൽഹിയിൽ ചേരിചേരാ പ്രസ്ഥാനം സംഘടിപ്പിച്ച യുവജന സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്നു. ഗ്രൂപ്പ് പിന്തുണ പിൻവലിച്ച് EK നായനാർ സർക്കാർ വീണതിനു പിന്നാലെ 1982 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രമേശിന് ഹരിപ്പാട് മത്സരിക്കാൻ വഴി തെളിഞ്ഞു. വിജയിച്ച് നിയമസഭയിലെത്തി. 4ാം വർഷം മന്ത്രിയുമായി. 1986 തന്റെ 30ാം വയസ്സിൽ കരുണാകരൻ സർക്കാരിൽ മന്ത്രിയായ ആ കഥ ഇങ്ങനെയാണ്. മധുവിധു ആഘോഷത്തിന് സിംലയിലായിരുന്നപ്പോഴാണ് മുഖ്യമന്ത്രി കരുണാകരന്റെ വിളി രമേശിനെ തേടിയെത്തുന്നത്. ഉടൻ തിരുവനന്തപുരത്തെത്തുക. വിമാനമിറങ്ങിയ ആ യുവാവിനെ പ്രവർത്തകർ ആഹ്ലാദത്തിന്റെ തോളിലെടുത്ത് കൊണ്ടുപോയി. നവവധു അനിത വിമാനത്താവളത്തിൽ അന്തം വിട്ടുനിന്നു. പിന്നെയാണ് രമേശിന്റെ നിർദ്ദേശപ്രകാരം അനിതയെ കൂട്ടാൻ ആളെത്തുന്നത്. ആ മന്ത്രിസഭയിലാണ് ആദ്യ മന്ത്രിപദം 30ാമത്തെ വയസ്സിൽ. സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി.
1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെ MLA സ്ഥാനം രാജിവെച്ചു. 1991, 96 തെരഞ്ഞെടുപ്പുകളിൽ കോട്ടയത്തു നിന്നും 99 മാവേലിക്കരയിൽ നിന്നും ലോക്സഭയിലെത്തി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ നിന്ന് പരാജയപ്പെട്ടു. 2005 KPCC പ്രസിഡന്റായി. പിളർപ്പിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരളത്തിലെ കോൺഗ്രസിന് രമേശ് പുതുജീവനേകി. 2011 മുതൽ ഈ വർഷം വരെ തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹരിപ്പാട് നിന്ന് ജയം. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ അവസാന 2.5 വർഷം ആഭ്യന്തരമന്ത്രി. ഓപ്പറേഷൻ കുബേര എന്ന കർശന നടപടിയിലൂടെ കൊള്ളപ്പലിശക്കാരെ നേരിട്ടത് അക്കാലത്താണ്. 2014 അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയത്. റിസർവ് ബാങ്ക് അനുശാസിക്കുന്നതിലും ഉയർന്ന നിരക്കിൽ പലിശ ഈടാക്കുന്നവരെയും ലൈസൻസ് ഇല്ലാതെ പണമിടപാട് നടത്തുന്നവരെയും പിടികൂടുക എന്നതായിരുന്നു ലക്ഷ്യം. 47 സീറ്റുകളിലേക്ക് UDF തകർന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പ്രതിപക്ഷത്തെ നയിക്കേണ്ട ചുമതല രമേശ് ചെന്നിത്തലയിൽ വന്നു ചേർന്നു. പ്രശ്നങ്ങളിൽ പൊതുവെ മിതവാദ മനോഭാവമായതിനാൽ പ്രതിപക്ഷ നേതാവിന് പോരാട്ട വീര്യം കുറവായിരിക്കുമെന്ന വിമർശകരുടെ പ്രവചനങ്ങൾ ചെന്നിത്തല തെറ്റിച്ചു. പുതിയ ബ്രൂവറികളും ഡിസ്റ്റിലറികളും കേരളത്തിൽ അനുവദിക്കേണ്ട എന്ന ധാരണ ലംഘിച്ച് രണ്ടും തുടങ്ങാൻ എക്സൈസ് വകുപ്പ് എടുത്ത രഹസ്യ തീരുമാനം പുറത്തു കൊണ്ടുവന്നാണ് ഇടതു സർക്കാരിനെതിരെ ആദ്യ വെടി പൊട്ടിക്കുന്നത്. തീരുമാനത്തെ ആദ്യം ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് തന്നെ അത് റദ്ദാക്കേണ്ടി വന്നു. കോവിഡ് കാലത്ത് അമേരിക്കൻ കമ്പനിക്ക് കേരളത്തിലെ ആരോഗ്യ വിവരങ്ങൾ കൈമാറുന്നതിന് വഴി തുറക്കുന്ന സ്പ്രിംഗ്ലർ കരാർ ആഴത്തിൽ പഠിച്ച് കേരള സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചതും ചെന്നിത്തല തന്നെ. കരാറിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നപ്പോൾ തലയൂരാൻ മുഖ്യമന്ത്രിയും CPM-ഉം വല്ലാതെ വിയർത്തു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആഴക്കടൽ മത്സ്യബന്ധന കരാറാണ് പുറത്തെടുത്തത്. ഫിഷറീസ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. സഹകരണ സംഘങ്ങൾക്കായി സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള 700 കോടിയുടെ കരാർ ഈ രംഗത്ത് ഒരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് BD സഹകരണ സംഘത്തിന് കൈമാറാനുള്ള നീക്കം ചെന്നിത്തല പുറത്തു കൊണ്ടുവന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ്. ഏറ്റെടുക്കുന്ന വിഷയങ്ങളുമായി ഏതറ്റം വരെയും പോകുന്ന പോരാളിയെന്ന് രമേശ് തെളിയിച്ചു. മികച്ച വായനക്കാരനാണ് രമേശ്. KPCC പ്രസിഡന്റായപ്പോൾ കോൺഗ്രസിനു വേണ്ടി പ്രിയദർശിനി പബ്ലിക്കേഷൻസ് തുടങ്ങിയത് വായനയുടെ കരുത്ത് മനസ്സിലാക്കിയാണ്. രാഷ്ട്രീയം വിഷയമായ പുസ്തകങ്ങളും മലയാളം, ഇംഗ്ലീഷ് നോവലുകളുമാണ് രമേശിന് ഇഷ്ടം. എഴുത്തും നന്നായി വഴങ്ങുമെന്ന് രമേശിന്റെ പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈയിടെ നിയോഗം എന്ന നോവലും പ്രസിദ്ധീകരിച്ചു. തലക്കെട്ട് പോലെ രമേശും നിർണായകമായ പുതിയ നിയോഗത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി VD സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മറ്റു മന്ത്രിമാരായി PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിശ്വനാഥ്, M. ലിജു, T. സിദ്ദിഖ്, റോജി M. ജോൺ, OJ ജനീഷ്, KA തുളസി, PK ബഷീർ, N. ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കോൺഗ്രസ് നേതാക്കളുടെ പട്ടികയെടുത്താൽ കേരള മുഖ്യമന്ത്രിയാകുന്ന 5ാമത്തെയാളാണ് VD സതീശൻ. EMS നമ്പൂതിരിപ്പാട്, പട്ടമേ താണുപിള്ള, R. ശങ്കർ, C. അച്യുതമേനോൻ, K. കരുണാകരൻ, AK ആന്റണി, PK വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ, EK നായനാർ, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്നിവരാണ് ഇതുവരെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചവർ. K. കരുണാകരൻ 4 തവണയും EK നായനാരും AK ആന്റണിയും 3 തവണയും മുഖ്യമന്ത്രിമാരായി. EMS, C. അച്യുതമേനോൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ എന്നിവർ 2 തവണയും മുഖ്യമന്ത്രി പദം വഹിച്ചു. കേരള മുഖ്യമന്ത്രിയാകുന്ന കോൺഗ്രസുകാരുടെ പട്ടികയെടുത്താൽ 5ാമത്തെ ആളാണ് VD സതീശൻ. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയായ ആദ്യ നേതാവ് R. ശങ്കർ ആയിരുന്നു. 1962 മുതൽ 64 വരെയായിരുന്നു അദ്ദേഹം പദവിയിലിരുന്നത്. രണ്ടാമത് ഈ പദവിയിലെത്തിയ കോൺഗ്രസുകാരൻ സാക്ഷാൽ K. കരുണാകരൻ തന്നെ. കേരള രാഷ്ട്രീയത്തിലെ ലീഡർ വിവിധ ഘട്ടങ്ങളിലായി 4 തവണ മുഖ്യമന്ത്രിയായി. 1977, 1981, 1982, 1982, 87, 91, 95 എന്നീ കാലയളവിലായിരുന്നു അത്. മലയാളി വാർത്ത ഇൻസൈഡ്.